പ്രാക്ടിക്കൽ എക്സാംസ്, പ്രീ മോഡൽ, മോഡൽ എക്സാമിനേഷൻസ്, പബ്ലിക് എക്സാം, +1 ഇംപ്രൂവ്മെന്റ്, ക്യുവറ്റ്, നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ്. ഒരു +2 വിദ്യാർത്ഥി ഈ വർഷം നേരിടാൻ പോകുന്ന എക്സാമിനേഷൻസിന്റെ ലിസ്റ്റാണ് മക്കളെ. നിങ്ങളെ പേടിപ്പിക്കാൻ പറയല്ല, പക്ഷെ നിങ്ങൾ ഇന്നേ പഠനം ആരംഭിച്ചില്ലെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഫ്രസ്ട്രേഷൻസ്, മെന്റൽ സ്ട്രെയിൻ അത് എത്ര മാത്രമായിരിക്കും എന്ന് മക്കൾക്കൊന്ന് പറഞ്ഞു തരിക മാത്രമാണ്. മക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം പകുതിയാകുന്നതോടെ നിങ്ങൾ ലാബ് എക്സാംസിലേക്ക് കടക്കും, പ്രാക്ടിക്കൽ എക്സാംസിലേക്ക് കടക്കും. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ബയോളജിയിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ഫിഗേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. ഈ ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കുക ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം റെക്കോർഡ്സ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലാബിലേക്ക് കടക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാബിൽ ചിലവഴിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് തന്നെയായിരിക്കും കെമിസ്ട്രി ലാബും ഫിസിക്സ് ലാബും ബയോളജി ലാബും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ കൂടി ഫിസിക്കലി നമ്മൾ ഒരുപാട് ടയേർഡ് ആകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ലാബ് ചെയ്യുക ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതിനുശേഷം നിങ്ങൾ പഠനത്തിലേക്ക് കടക്കണം. കാരണം പ്രാക്ടിക്കൽസ് എൻഡ് ചെയ്യുന്നതോടെ തന്നെ പ്രീ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം മോഡൽ എക്സാമുകൾ വരും, പബ്ലിക് എക്സാം വരും. +1 നിങ്ങൾക്ക് അറിയാം, മോഡൽ എക്സാംസ് ഒരേ ദിവസം തന്നെ ഒന്നിലധികം സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. അത് തന്നെ +2ലും വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടോ മക്കളെ, നിങ്ങളുടെ +1 മാത്തമാറ്റിക്സ് ഒക്കെ വളരെ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു, ഏറെ വിവാദമായിരുന്നു മാത്സിന്റെ പേപ്പറൊക്കെ. NCERTയിലെ കംപ്ലീറ്റ് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമാണ് അത് നന്നായിട്ട് എഴുതാൻ സാധിച്ചത്. സോ അത് ഇംപ്രൂവ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. +2 എക്സാമിന്റെ അതേ ദിവസങ്ങളിലാണ് +1 ഇംപ്രൂവ്മെന്റ് എക്സാമും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. +1ഉം +2ഉം ഒരുമിച്ച് പഠിച്ചെടുക്കുക അത്ര ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല. അത് മാത്രമല്ല, +1 പോലെ ലിബറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ഒരിക്കലും +2ൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ കീം എക്സാം, എഞ്ചിനീയറിംഗിന് വേണ്ടി ബിഫാം കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള കീം എക്സാം നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിന് പകുതി മാർക്ക് എൻട്രൻസിന്റെ മാർക്കും ബാക്കി പകുതി നിങ്ങളുടെ +2ന്റെ മാർക്കാണ് ആഡ് ചെയ്യുക. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി അതേപോലെ മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്ക് കീം എക്സാമിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാല്യുവേഷൻ ഒരിക്കലും ലിബറൽ ആയിരിക്കില്ല. ഡബിൾ ഇവാലുവേഷനും ട്രിപ്പിൾ ഇവാലുവേഷനും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മാർച്ചിൽ ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ക്യുവറ്റും കീമും നീറ്റും ഒക്കെ നടക്കുക. ആ എൻട്രൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അതിന്റെ പ്രിപ്പറേഷൻ അനിവാര്യമാണ്. പക്ഷേ ഇപ്പൊ നീറ്റ് എക്സാം എടുക്കുകയാണെങ്കിൽ പി ബ്ലോക്ക് ഒക്കെ +1 +2ൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ NCERT സിലബസിൽ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആണ്. എന്നാൽ നീറ്റിന്റെ സിലബസിൽ അതിൽ ഭൂരിഭാഗം പോർഷൻസും ഉണ്ട്. സോ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്ത ഒരു ചാപ്റ്റർ നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? നിങ്ങളുടെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ ഒട്ടും ഈസി അല്ല, ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ +2ൽ നമ്മുടെ ലക്ഷ്യം 1200 മാർക്കാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇന്നേ പഠിച്ചു തുടങ്ങുക. ഇതിൽ പല വിദ്യാർത്ഥികളും, ഞാൻ ഉൾപ്പെടെ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തൊക്കെ പല ചാപ്റ്റേഴ്സും പല സബ്ജക്റ്റും തലേ ദിവസം പഠിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ +2ൽ ആ തലേ ദിവസം സ്ട്രാറ്റജി നമ്മൾ എടുത്താൽ തീർച്ചയായും പണി പാടും. 1200 മാർക്ക് എന്നല്ല, ജയിക്കുന്നത് പോലും നമ്മൾക്ക് ടഫായിട്ട് വരും. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇപ്പോഴേ പഠനം ആരംഭിക്കുക. +2ലെ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾ +1 ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും പഠിച്ചു തുടങ്ങുക. റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കുക. എൻട്രൻസിന് വേണ്ടിയുള്ള പഠനം, നിങ്ങൾ എൻട്രൻസ് ഈ വർഷം തന്നെ അറ്റൻഡ് ചെയ്യാൻ, ഈ വർഷം തന്നെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പഠനവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ തുടങ്ങുക. നമ്മൾക്ക് കളയാൻ ഒരു സെക്കൻഡ് പോലും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം നമ്മുടെ ലക്ഷ്യം 1200 മാർക്കാണ്. സോ എല്ലാ മക്കൾക്കും അടിപൊളിയായിട്ട് +2 പഠിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. അടിപൊളിയായിരിക്കട്ടെ ഈ വർഷം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.